പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ പാതയിൽ സഞ്ചരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ അടുത്ത നേട്ടത്തിലേക്ക് കാലൂന്നുന്നു. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഉത്തർപ്രദേശ്. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള കയറ്റുമതി 2 ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പെർട്ട് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഉത്തർപ്രദേശ് 5ാം സ്ഥാനത്ത് എന്നതാണ്. സമുദ്രതീരമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കയറ്റുമതിയിൽ 1ാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ഈ ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം കൂടുതൽ അടുക്കുകയാണ്. ഈ ധനകാര്യ വർഷത്തിൽ 2,01,241 കോടി രൂപയുടെ വിദേശ വ്യാപാരമാണ് സംസ്ഥാനം നടത്തിയത്. ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 5.2% യുപിയിൽ നിന്നാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് പോലുള്ള വലിയ തീരദേശ വ്യവസായ സംസ്ഥാനങ്ങളോടാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ മത്സരിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 1.56 ലക്ഷം കോടി രൂപയായിരുന്ന ഉത്തർപ്രദേശിന്റെ കയറ്റുമതിയാണ് ഇപ്പോൾ 2.01 ലക്ഷം കോടി രൂപയായി മാറിയിരിക്കുന്നത്. ആഗോളതലത്തിലെ സാമ്പത്തിക മന്ദഗതി, യുദ്ധപ്രതിസന്ധി അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് യുപി ചരിത്ര നേട്ടം കൈവരിച്ചത് എന്നതുള്ളതും ശ്രദ്ധേയമാണ്. കരബന്ധിത സംസ്ഥാനമാണ്, സമുദ്രതീരമില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ തുറമുഖങ്ങളിൽ എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അത് എളുപ്പമാക്കാൻ യുപി സർക്കാർ വലിയ തോതിൽ ലോജിസ്റ്റിക്സ് പാർക്കുകളും കണ്ടെയ്നർ ഡിപ്പോകളും എക്സ്പ്രസ് വേകളും നിർമ്മിച്ചിരുന്നു. നോയിഡയിൽ നടന്ന അന്താരാഷ്ട്ര ട്രേഡ് ഷോ വഴി 500-ലധികം വിദേശ ബയർമാരെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സാധിച്ചതും ഈ നേട്ടത്തിന് അടിത്തറയിട്ടു. യോഗി സർക്കാർ നടപ്പിലാക്കിയ ഒരു ജില്ല ഒരു ഉൽപ്പന്ന പദ്ധതി ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി തുറന്നു നൽകി. സംസ്ഥാനത്തിന്റെ കയറ്റുമതിയിൽ ഏറ്റവും വലിയ വിഹിതം ഇലക്ട്രിക്കൽ മെഷീനറികൾക്കും സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കുമാണ്. ഇതിലൂടെ മാത്രം 46,960 കോടി രൂപയുടെ വരുമാനവും ഉണ്ടായി. ഉത്തർപ്രദേശിലെ ഏതാനും ജില്ലകളാണ് കയറ്റുമതിയുടെ പകുതിയിലധികവും കൈകാര്യം ചെയ്യുന്നത്. നോയിഡ ഉൾപ്പെടുന്ന ഗൗതം ബുദ്ധ് നഗറാണ് പട്ടികയിൽ 1ാമത്. സംസ്ഥാനത്തിന്റെ ആകെ കയറ്റുമതിയുടെ പകുതിയോളവും ഈ ഒരൊറ്റ ജില്ലയിൽ നിന്നാണ്. തൊട്ടുപിന്നാലെ ഗാസിയാബാദ്, മൊറാദാബാദ് എന്നീ ജില്ലകളുമുണ്ട്. തുകൽ ഉൽപ്പന്നങ്ങൾക്കും ടെക്സ്റ്റൈൽസിനും പേരുകേട്ട കാൺപൂർ നഗർ ഈ വർഷം 16,823 കോടി രൂപയുടെ കയറ്റുമതിയുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മിർസാപൂരിലെ പരവതാനികൾ, ലക്നൌവിലെ ചിക്കൻ കാരി വസ്ത്രങ്ങൾ എന്നിവയും വിദേശ വിപണി കീഴടക്കുന്നു. 2030 കയറ്റുമതി $100 ബില്യൺ ഏകദേശം 8.3 ലക്ഷം കോടി രൂപ ഉയർത്താനാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.